ഈ വർഷത്തെ CUT എക്സാം എഴുതിയിട്ടുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങളുടെ സ്വന്തം അയൽക്കാരനായിട്ടുള്ള തമിഴ്നാടു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു അവരുടെ ഓൺലൈൻ ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അവരുടെ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കമ്മിങ് ഓഗസ്റ്റ് 12-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ കേവലം മീൻസ് നിങ്ങൾക്ക് 3 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 3 ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? CUTN സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു CUT.samarth.edu.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ആദ്യം നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, നിങ്ങളുടെ CUTയുടെ മാർക്ക് ലിസ്റ്റ് വേണം. ആ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കണം. സോ ആ മാർക്ക് ലിസ്റ്റും അതോടൊപ്പം തന്നെ താഴെ കാണുന്ന കാര്യങ്ങൾ അഥവാ ഈ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണ്ടിയിരിക്കണം. ഒന്നാമത്തത് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫാണ്, പാസ്പോർട്ട് സൈസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്. +2 മാർക്ക് ലിസ്റ്റ് മാത്രം പോരാ, SSLCയുടെ മാർക്ക് ലിസ്റ്റ് കൂടെ വേണം. ദെൻ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ TC. നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്കൂളാണോ +2 പഠിച്ചത് അവിടെ നിന്ന് എന്ത് ചെയ്യും, TC വേണം. നെക്സ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി അഥവാ SC ST OBC ഏതെങ്കിലും മൈനോറിറ്റി സ്കീം ഉള്ളതാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് അത്തരത്തിലൊരു കോട്ട അവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏത് കോട്ടയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. ഇത് നിങ്ങൾ അഥവാ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ PWD സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വേണം. ഇനി അല്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കാശ്മീരി മൈഗ്രൻ്റോ അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഹാജരാക്കണം. ദെൻ ഇഫ് ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ അണ്ടർടേക്കിംഗ് ഫോർ നോൺ സബ്മിറ്റ് ഓഫ് എനി റിക്വയർഡ് ഡോക്യുമെന്റ്സ്. ഇതിലേതെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിരിക്കണം. ഫോർ എക്സാമ്പിൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആ കാരണം ഇഫ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്വീകരിക്കുന്നതായിരിക്കും. ദെൻ രജിസ്ട്രേഷൻ ഫീ ഫോർ ജനറൽ OBC EWS കാറ്റഗറീസ് 250 250 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് എന്ത് ഈ ഒരു അഡ്മിഷൻ ഫീസ്. ദെൻ 150 ഫോർ SC and ST കാറ്റഗറി. SC ST കാറ്റഗറിക്ക് 150 രൂപയാണ്. PWD ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും എന്തില്ല, അഡ്മിഷൻ ഫീസ് പോലും കൊടുക്കാൻ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, CUTക്ക് ഓൾറെഡി ഞാൻ ഫീ അടച്ചു, ഇത് ഏതൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾ അപേക്ഷിക്കുന്നു ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഫീ കൊടുക്കും. അത് 200 150 100 രൂപയൊക്കെയാണ് സാധാരണ ജനറലി ഫീസ് വരാറുള്ളത്. വലിയ രീതിയിലൊന്നും ഫീസ് വരാറില്ല. ഈ യൂണിവേഴ്സിറ്റി കണ്ടുള്ള ഏത് കോഴ്സസ് ഏത് കോളേജ് ഉണ്ടെങ്കിലും ഏത് കോഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അതെന്ത് ചെയ്യണം, ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു ഫാഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക. മാത്രമല്ല സദേൺ പാർട്ടിലാണ് അഥവാ ഡൽഹി കഴിഞ്ഞാൽ സദേൺ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. അതിൽപ്പെട്ടതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രയിലും തെലുങ്കാനയിലും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഹൈദരാബാദിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം സദേൺ പാർട്ടിലും നല്ല അടിപൊളിയായിട്ടുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദെൻ ഗോവയിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ഈ ഒരു സദേൺ പാർട്ടിലെ യൂണിവേഴ്സിറ്റീസ് പല ആൾക്കാരും വലിയ രീതിയിൽ ട്രെൻഡി അല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയപ്പെടാതെ പോകുന്നതാണ്. വളരെ നല്ല രീതിയിൽ NAC അക്രഡിഷനും NIRF റാങ്കിങ് ഉള്ള കോളേജസും യൂണിവേഴ്സിറ്റീസും ഇതിന് അണ്ടറിലായിട്ട് തന്നെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലേക്കും ബൈ.